ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമുക്ക് എടുക്കാനുള്ളത് അദ്ദർസു സാമിനു അശ്ർ 18ാമത്തെ പാഠം. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ മുൻപ് പഠിച്ച കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്മുകളെ നമ്മൾ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം. രണ്ടാമത്തേത് മുസന്ന എന്ന് പറഞ്ഞാൽ ദ്വിവചനം. മൂന്നാമത്തേത് ജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുവചനം. അപ്പോൾ ഇതിൽ ഈ ഒരു പാഠത്തിൽ മുസന്നയെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. മുസന്ന എന്ന് പറഞ്ഞാൽ ദ്വിവചനം, 2 ആളുകൾ, 2 നമ്പർ. അപ്പോൾ നമ്മൾ ഒരു മുസന്നനെ നമ്മൾ ഒരു ഇസ്മിലാണെങ്കിൽ ഒരു മുസന്നനെ എങ്ങനെ ഉണ്ടാക്കാം? ഉദാഹരണത്തിന് ബൈത്തുൻ, ഒരു വീട്, അതിന് നമ്മൾ ഒരു അലിഫും നൂനും ചേർത്ത് മുസന്ന ഉണ്ടാക്കുന്നു. ബൈത്താനി, 2 വീടുകൾ. ബൈത്തുൻ എന്നത് ഒരു വീട്, ബൈത്താനി 2 വീടുകൾ. യദുൻ, ഒരു കൈ, യദാനി 2 കൈകൾ. ഇനി അതൊരു സയ്യാറത്തുൻ, കാറ്, ഒരു കാറ്, സയ്യാറത്താനി 2 കാറുകൾ. അപ്പോൾ ഒരു മുഫ്രദിൻ്റെ കൂടെ അവസാനത്തിലെ അലിഫും നൂനും ചേർത്തിട്ട് നമ്മൾ മുസന്ന ഉണ്ടാക്കുന്നു. ഇപ്പോൾ താമർബൂത്തയിൽ അവസാനിക്കുന്ന നാമങ്ങളാണെങ്കിൽ താമർബൂത്ത എന്ന് പറഞ്ഞാൽ എങ്ങനെ കെട്ടുള്ള താ അല്ലേ, അത് നമ്മൾ ഓപ്പൺഡ് തായാക്കും. തുറന്ന താക്കിയിട്ട് അതിലേക്ക് അലിഫും നൂനും ചേർത്തുകൊണ്ട് മുസന്ന ഉണ്ടാക്കുന്നു. ഓക്കെ, ഇനി അജലത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു ചക്രം, അജലത്താനി 2 ചക്രങ്ങൾ. ഓക്കെ, ഇനി അടുത്തുള്ള നമ്മൾ ഇസ്മുൽ ഇഷാറയാണെങ്കിൽ അടുത്തുള്ള ഒരു ആളെ കാണിക്കാൻ എന്താ ഉപയോഗിക്കുക? ഒരു പുരുഷനെ കാണിക്കുക ഹാദ എന്നാണ് ഉപയോഗിക്കുക. അത് 2 ആണുങ്ങളാണെങ്കിൽ, അടുത്തുള്ള 2 പുരുഷന്മാരാണെങ്കിൽ ഹാദാനി എന്നാണ് ഉപയോഗിക്കുക, ഹാദാനി. ഇനി അടുത്തുള്ള 2 സ്ത്രീകളാണെങ്കിലോ, അടുത്തുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മൾ ഹാദിഹി എന്ന് ഉപയോഗിക്കും. അടുത്തുള്ള 2 സ്ത്രീകളാണെങ്കിൽ നമ്മൾ ഹാത്താനി എന്നാണ് ഉപയോഗിക്കുക, ഹാത്താനി. ഇനി അവൻ ആണെങ്കിൽ, അവൻ എന്ന് പറഞ്ഞാൽ ഹുവ, അവൻ, ഹുവ. അപ്പോൾ 2 പുരുഷന്മാരാണെങ്കിൽ ഹുമാ. ഇനി ഹിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ. 2 സ്ത്രീകളാണെങ്കിലും ഹുമാ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഒരു ഇസ്തിഫാമി ആയിട്ടുള്ള അദാത്തുൽ ഇസ്തിഫാം എന്ന് പറയും, ചോദ്യം ചോദിക്കാനുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് ഇസ്മുകൾ പഠിച്ചിട്ടുണ്ട് ചോദ്യം ചോദിക്കാനുള്ളത്. ഇത് കം എന്നാണ്. കം എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ്. കം എന്നാൽ എത്ര എന്നാണ്. ഈ കം എത്ര എന്ന് അർത്ഥം കിട്ടുന്ന ഈ കമ്മിന് ശേഷം എണ്ണത്തിന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എത്ര എണ്ണം എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എണ്ണത്തിന് ചോദിക്കാനുള്ള ഈ ഒരു കം എന്ന ആ ഒരു ഇസ്മിൻ്റെ ശേഷം വരുന്ന മൻസൂബായ നാമത്തിനെയാണ് തംയീസ് എന്ന് പറയുന്നത്. തംയീസ് എന്ന് പറയുന്നത്. കം കിതാബൻ എന്ന് പറയുമ്പോൾ കം എന്നുള്ളത് ഇസ്തിഫാമിയാണ്, കിതാബൻ എന്നത് തംയീസ് ആണ്. കം സയ്യാറത്തൻ, എത്ര കാറുകൾ. കം കിതാബൻ, എത്ര പുസ്തകങ്ങൾ. കം സയ്യാറത്തൻ, എത്ര കാറുകൾ. അപ്പം സയ്യാറത്തൻ, കിതാബൻ, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം തംയീസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അവസാനം നെസ്ബു ചെയ്യും. ഇവിടെ ഫതഹത്തേൻ കൊണ്ട് നെസ്ബു ചെയ്തിരിക്കുകയാണ്. നെസ്ബു ചെയ്ത അവസ്ഥയിലായിരിക്കും തംയീസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ നെസ്ബു ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ തെൻവീനുള്ള ഒരു ഇസ്മാണെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ നെസ്ബു ചെയ്യുമ്പോൾ ഫതഹത്തേൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു അലിഫ് സ്വാഭാവികമായിട്ട് അവിടെ ഒരു അലിഫ് വരും. എന്നാൽ താമർബൂത്തയിൽ അവസാനിക്കുന്ന നാമങ്ങൾ ആണെങ്കിൽ, അവിടെ എന്ത് വരില്ല? അലിഫ് വരില്ല. സയ്യാറത്തൻ നോക്കിയേ, അതുപോലെ തന്നെ അലിഫ് അതിന് ശേഷം വരുന്ന ഹംസ അതിൽ അവസാനിക്കുന്ന നാമങ്ങളാണെങ്കിൽ അവിടെയും അലിഫ്, സപ്പോർട്ടിങ്ങിനായിട്ടുള്ള അലിഫ് വരില്ല. സമാഅൻ, കണ്ടോ, അവിടെ അലിഫ് വരില്ല. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഓക്കെ, അൽ മുദർരിസു, അധ്യാപകൻ. ഖാലൽ മുദർരിസു, അധ്യാപകൻ പറഞ്ഞു, കം അഖൻ ലക യാ മുഹമ്മദു, ഓ മുഹമ്മദേ നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്. കം മുഹമ്മദൻ, കം അഖൻ ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ നിനക്ക് എത്ര സഹോദരന്മാർ ഉണ്ട്. കം എന്നുള്ളത് എന്താണ്? കം എന്നുള്ളത് ഇസ്തിഫാമിയാണ്, ഇസ്മുൽ ഇസ്തിഫാമിയ. ഓക്കെ,
അഹൻ എന്നത് എന്തായിരിക്കും? അഹൻ എന്നത് തമീസാണ്. അഹൻ എന്നത് തമീസാണ്. ലക ജാറുൻ വമജ്റൂറുൻ. ലക എന്ന് പറഞ്ഞാൽ ജാറുൻ വമജ്റൂറുൻ. ലാമുൽ മിൽക്കാണ്. ഖ എന്നുള്ള ലമീർ അതിലേക്ക് ചേർന്ന് വന്നിരിക്കുകയാണ്. യാ എന്നുള്ളത് ഹർഫിൻ ഇദാ ആണ്. മുഹമ്മദു എന്നത് മുനാദയാണ്. മുഹമ്മദുൻ. അപ്പോൾ ഖാല മുഹമ്മദുൻ. മുഹമ്മദ് പറയാണ് ലി അഹുൻ വാഹിദുൻ. എനിക്ക് ഒരു സഹോദരനുണ്ട്. ലി അഹുൻ വാഹിദുൻ. എനിക്കൊരു സഹോദരനുണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നത്? സഹോദരനെ കുറിച്ച്. അഹുനാണ് ഇതിലെ മുബത്തദ. ലീ എന്നുള്ളത് ജാറുൻ വമജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ കയറി വന്നിരിക്കുകയാണ്. അതിനെ നമ്മൾ പറയാം ഖബർ മുഖദ്ദം. ഓക്കെ, മുബത്തദ ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പം അതിനെന്താ പറയുക? മുബത്തദ മുഅഖർ. വാഹിദുൻ എന്നത് അഹുൻ എന്നതിൻ്റെ നഅത്താണ്. വാഹിദുൻ എന്നത് അഹുൻ എന്നതിൻ്റെ നഅത്താണ്, വിശേഷണമാണ്. ഖാലൽ മുദർരിസു. അധ്യാപകൻ പറഞ്ഞു വകം ഉഖ്തൻ ലക. വകം ഉഖ്തൻ ലക. നിനക്ക് എത്ര സഹോദരിമാരും ഉണ്ട്. നിനക്ക് എത്ര സഹോദരിമാരും ഉണ്ട്. വാവുൽ അത്ഫ്. കം എന്നുള്ളത് അദാത്തുൽ ഇസ്തിഫാം, ചോദ്യം ചോദിക്കാനുള്ള ഒരു അദാത്താണ്. ഉഖ്തൻ എന്നുള്ളത് തമീസാണ്. ലക ജാറുൻ വമജ്റൂറുൻ. മുഹമ്മദുൻ. ലി ഉഖ്താനി. എനിക്ക് 2 സഹോദരിമാരുണ്ട്. ലി ഉഖ്താനി. എനിക്ക് 2 സഹോദരിമാരുണ്ട്. ലി എന്നുള്ളത് ജാറുൻ വമജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം. ഉഖ്താനി മുബ്തദ മുഅഖർ. ലി എന്നുള്ളത് അറിയാലോ, ലാമുൽ മിൽക്കിലേക്ക് യാ മുത്തക്കല്ലിം ചേർന്നിരിക്കുകയാണ്. അൽ മുദർരിസു. കം അജലത ദറാജ യാ ഹാമിദു. കം അജലതൻ ലിദറാജതി ഹാമിദു. ഓ ഹാമിദേ, സൈക്കിളിന് എത്ര ചക്രങ്ങളുണ്ട്. സൈക്കിളിന് എത്ര ചക്രങ്ങൾ ഉണ്ട്. കം എന്നാൽ എത്ര, അജലതൻ ചക്ര, ലിദറാജതി സൈക്കിളിനുണ്ട്. യാ ഹാമിദു, ഓ ഹാമിദേ. കം എന്നുള്ളത് ഇസ്മുൽ ഇസ്തിഫാമിയ അല്ലെങ്കിൽ അദാത്തുൽ ഇസ്തിഫാമിയ. അജലതൻ തമീസ്. ലിദറാജതി വമജ്റൂൻ. ലാമുൽ മിൽക്കിലേക്ക് ദറാജതി ചേർന്നിരിക്കുകയാണ്. യാ എന്നുള്ളത് ഹർഫു നിദാ. ഹാമിദു മുനാദ. ഹാമിദുൻ. ലഹ അജലതാനി. ലഹ അജലതാനി. അതിന് 2 ചക്രങ്ങളുണ്ട്. അതിന് 2 ചക്രങ്ങളുണ്ട്. ലഹ ജാറുൻ വമജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം. അതിനുണ്ട്. അജലതാനി 2 ചക്രങ്ങൾ. അതാണ് മുബ്തദ മുഅഖർ. മുബ്തദ ശേഷം വന്നിരിക്കുന്നു. അൽ മുദർരിസു. മുദർരിസ് പറയണേ കം ഈദൻ ഫി സനതി യാ സക്കരിയ. കം ഈദൻ ഫി സനതി യാ സക്കരിയ. ഓ സക്കരിയ, വർഷത്തിൽ എത്ര ഈദുണ്ട്. ഈദ് പറഞ്ഞാൽ പെരുന്നാൾ, ഫെസ്റ്റിവൽ എന്നൊക്കെ പറയും. ഇവിടെ യാ സക്കരിയ എന്ന് പറയുമ്പോൾ യാ എന്നുള്ളത് ഹർഫു നിദ ആണ്. സക്കരിയ മുനാദയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുനാദ ഒറ്റ പദമാവുമ്പോൾ അതിൻ്റെ അവസാനത്തിൻ്റെ അക്ഷരം ദൊമ്മയായിരിക്കും. എന്നാൽ സക്കരിയ എന്ന നാമം അലിഫിൽ അവസാനിക്കുന്നതായതുകൊണ്ട് ഈ അലിഫിൽ അവസാനിക്കുന്നത് ഹർക്കത്തുകളെ സ്വീകരിക്കുകയില്ല. അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുള്ളൂ. ഓക്കെ, കം എന്നുള്ളത് ഇസ്തിഫാമിയാണ്, ഇസ്മുൽ ഇസ്തിഫാം. ഈദ് എന്നുള്ളത് തമീസ്. ഫി സനതി ജാറുൻ വമജ്റൂറുൻ. യാ എന്നുള്ളത് ഹർഫു നിദാ. സക്കരിയ മുനാദ. സക്കരിയ. അപ്പോൾ സക്കരിയ ഖാല സക്കരിയ. സക്കരിയ പറഞ്ഞു ഫി സനതി ഈദാനി. ഫി സനതി ഈദാനി. വർഷത്തിൽ 2 ഈദുണ്ട്. വർഷത്തിൽ 2 ഈദുണ്ട്. ഈദാനി അതാണ് ഇതിൻ്റെ മുബ്തദ. ഫി സനത്തി ജാറുൻ വമജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം. ഈദാനി മുബ്തദ മുഅഖർ. ഹുമാ ഈദുൽ ഫിത്രി വ ഈദുൽ അദ്ഹ. ഹുമാ ഈദുൽ ഫിത്രി വ ഈദുൽ അദ്ഹ. അവ ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും ആകുന്നു, അല്ലെങ്കിൽ ആണ്. ഹുമാ ഈദുൽ ഫിത്രി വ ഈദുൽ അദ്ഹ. അവ ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും ആകുന്നു. ഹുമ എന്നുള്ളത് മുബ്തദ. ഈദു എന്നുള്ളത് ഖബർ. ഈദു എന്നുള്ളത് ഖബർ. വഹുവ മുളാഫ്. അൽ ഫിത്രി മുളാഫുൻ ഇലൈഹി. ഫിത്തറിൻ്റെ ഈദ്. ഓക്കെ, വാവുൽ അത്ഫ്. അടുത്ത ഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഅ്തൂഫുൻ അല ഫസ്റ്റത്തെ ഈദിലേക്ക് അത്ഫ് ചെയ്തിരിക്കുന്നു. പിന്നെ വഹുവ മുളാഫ്. അൽ അദ്ഹ എന്നുള്ളത് മുളാഫുൻ ഇലൈഹി. ഖാല അൽ മുദർരിസു യാ ഇബ്രാഹിമു അബൂക താജിറുൻ കബീറുൻ കം സയ്യാറത്തൻ ഇൻദഹു. ചിലവരുടെ ബുക്കിൽ എന്തുണ്ട്, മുത്തുജറൻ എന്നുണ്ട്. മുത്തുജറൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പ്, സ്റ്റോറ്. ഓക്കെ,
അപ്പോൾ അത് നിങ്ങൾ ഇവിടെ സയ്യാറത്തു എന്നുള്ളത് ഷോപ്പാക്കിയിട്ട് അർത്ഥം വെച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓ ഇബ്രാഹീമേ, അബൂക താജിറുൻ കബീറുൻ, നിന്റെ ഉപ്പ വലിയൊരു കച്ചവടക്കാരനാണ്. കം സയ്യാറത്തൻ ഇൻദഹു, അവൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്ര കാറുകൾ ഉണ്ട്, അദ്ദേഹത്തിന് എത്ര കാറുകൾ ഉണ്ട്. ഓക്കെ, മുത്തുജറൻ എന്നുള്ളത് മുത്തുജറൻ തന്നെ വായിച്ചിട്ട് ജറൻ എന്നുള്ളത് സയ്യാറത്തിന് പകരം വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഷോപ്പ് എന്നർത്ഥം കേട്ടോ. യാ ഇബ്രാഹീമു, യാ എന്നുള്ളത് ഹർഫുനിദ, ഇബ്രാഹീമു മുനാദ, അബു എന്നുള്ളത് മുബത്തദ, വഹുവ മുലാഫ്, ഖ മുലാഫുൻ ഇലൈഹി, താജിറുൻ ഖബർ, കബീറുൻ എന്നത് താജിറുൻ എന്നതിൻ്റെ നഅത്താണ്. കം എന്നുള്ളത് ഹർഫുൽ ഇസ്മുൽ ഇസ്തിഫ്ഹാം, സയ്യാറത്തൻ എന്നുള്ളത് തമീസ്. ഇനി മുദ്ജറൻ എന്നാണെങ്കിൽ അതാണ് അതിൻ്റെ തമീസ്. ഇൻദഹു എന്നുള്ളത് എന്താന്നുള്ളത് ലർഫാണ്. ഹു എന്ന ലമീർ മുത്തസിൽ അതിലേക്ക് ചേർന്നിരിക്കുകയാണ്. എന്താ ലർഫ്, ഹു എന്നുള്ളത് മുലാഫുൻ ഇലൈഹി, അദ്ദേഹത്തിനുണ്ട്. ഇബ്രാഹീമു ഇൻദഹു സയ്യാറത്താനി കബീറത്താനി വസയ്യാറത്താനി സഗീറത്താനി. ഇൻദഹു അവനുണ്ട്, സയ്യാറത്താനി കബീറത്താനി രണ്ട് വലിയ കാറുകൾ, വസയ്യാറത്താനി സഗീറത്താനി രണ്ട് ചെറിയ കാറുകളും. അദ്ദേഹത്തിന് രണ്ട് വലിയ കാറുകളും രണ്ട് ചെറിയ കാറുകളും ഉണ്ട്. ഇനി ചിലവരുടെ ബുക്കിലുണ്ട് മുത്തുജറുൻ, അവിടെ എന്താ പറയുന്നത് രണ്ട് വലിയ ഷോപ്പുകളുണ്ട്, അത്രയും ഉള്ളൂ തോന്നുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന് രണ്ട് വലിയ ഷോപ്പുകളുണ്ട്. ഓക്കെ, എന്താന്നുള്ളത് ലർഫാണ്, അതിനുശേഷം ഹു മുലാഫുൻ ഇലൈഹി. ഇതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? രണ്ട് കാറുകളെക്കുറിച്ച്. സയ്യാറത്താനിയാണ് അതിൻ്റെ മുബത്തദ മുഅഖർ, എന്താന്നുള്ള ലർഫാണ് ഖബറായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഹു എന്നുള്ളത് മുലാഫുൻ ഇലൈഹി. കബീറത്താനി എന്നത് സയ്യാറത്താനി എന്നതിൻ്റെ നഅത്താണ്. കണ്ടില്ലേ, നഅത്ത് മൻഊത്തിനെ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലേ? സെയിം നമ്പർ, സെയിം ജെൻഡർ, സെയിം നക്കിറ മാരിഫ, സെയിം ഇറാബ് ശ്രദ്ധിക്കുക കേട്ടോ. വാവുൽ അത്ഫ്, സയ്യാറത്താനി എന്നത് മഅതൂഫുൻ അല ആദ്യത്തെ സയ്യാറത്താനിയിലേക്ക് അത്ഫ് ചെയ്ത്. സഗീറത്താനി എന്നത് സയ്യാറത്താനിയുടെ നഅത്താണ്. ഖാലൽ മുദരിസു, അധ്യാപകൻ പറഞ്ഞു, കം നാഫിദതൻ ഫീ ഗുർഫതിക യാ ഇസ്മാഈലു, കം നാഫിദതൻ ഫീ ഗുർഫതിക യാ ഇസ്മാഈലു, ഓ ഇസ്മാഈലേ, നിന്റെ മുറിയിൽ എത്ര ജനവാതിലുകൾ ഉണ്ട്, നിന്റെ മുറിയിൽ എത്ര ജനവാതിലുകൾ ഉണ്ട്. കം എന്ന് പറഞ്ഞാൽ എത്ര, നാഫിദതൻ എന്നുള്ളത് ജനവാതിൽ കേട്ടോ, ജനൽ. ഫീ ഗുർഫതിക നിന്റെ മുറിയിൽ, ഗുർഫതിക നിന്റെ മുറിയിൽ. ഓക്കെ, കം എന്നുള്ളത് ഇസ്മുൽ ഇസ്തിഫ്ഹാം, നാഫിദത്തൻ എന്നുള്ളത് തമീസാണ്, ഫീ എന്നുള്ളത് ഹർഫു ജർ, ഗുർഫത്തി ജാറുൻ വ മജ്റൂൻ, ഫീ ഗുർഫത്തി ജാറുൻ വ മജ്റൂൻ. ഗുർഫത്തു എന്നുള്ളത് മുലാഫ്, ഖ മുലാഫിൻ ഇലൈഹി, യാ എന്നുള്ളത് ഹർഫു നിദാ, ഇസ്മാഈലു മുനാദ. ഇസ്മാഈലു ഫീഹാ നാഫിദത്താനി, ഫീഹാ നാഫിദത്താനി, അതിൽ 2 ജനവാതിലുകളുണ്ട്, അല്ലെങ്കിൽ അതിൽ 2 ജനലുകൾ ഉണ്ട്, അതിന് 2 ജനലുകളുണ്ട്, അങ്ങനെ പറ. അതിലാണ് കേട്ടോ, അതിൽ 2 ജനലുകളുണ്ട്. ഫീഹ ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം, നാഫിദത്താനി മുബ്തദ മുഅഖർ. അൽ മുദരിസു ലിമൻ ഹാദാനി ദഫ്തറാനി, ലിമൻ ഹാദാനി ദഫ്തറാനി, ആരുടേതാണീ നോട്ട് പുസ്തകങ്ങൾ, ആരുടേതാണീ 2 നോട്ട് പുസ്തകങ്ങൾ, ആരുടേതാണീ 2 നോട്ട് പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഈ 2 നോട്ട് പുസ്തകങ്ങൾ ആരുടേതാണ്. ഓക്കെ, ലി എന്നുള്ളത് ലാമുൽ മിൽക്ക്, മൻ എന്നുള്ളത് ഇസ്മുൽ ഇസ്തിഫ്ഹാം, ചോദ്യം ചോദിക്കാനുള്ള ഇസ്മാണ്. ഹാദാനി എന്നുള്ളത് ഇസ്മുൽ ഇഷാറ, ദഫ്തറാനി എന്നത് ബദലാണ്. ഓക്കെ, അലിയുൻ ഹുമാ ലീ, അവ രണ്ടും എൻ്റേതാണ്. ഹുമാ ലീ, അവ രണ്ടും എൻ്റേതാണ്. ഹുമാ മുബ്തദ, ലീ ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. അൽ മുദരിസു അധ്യാപകൻ, ലിമൻ ഹാതാനിൽ മിസ്തറത്താനി, ലിമൻ ഹാതാനിൽ മിസ്തറത്താനി, ആരുടേതാണ് 2 റൂളറുകൾ, റൂളർ സ്കെയിൽ എന്നൊക്കെ പറയില്ലേ, ആരുടേതാണ് 2 സ്കെയിലുകൾ. ലാമുൽ മിൽക്ക് മൻ ഇസ്തിഫാമിയ, ഹാതാനി ഇസ്മുൽ ഇഷാറ, മിസ്തറത്താനി എന്നുള്ളത് ബദൽ, അൽ മിസ്തറത്താനി.
മിസ്തറത്തുൻ എന്ന് പറഞ്ഞാൽ റൂളർ, അതിൻ്റെ മുസന്ന രൂപമാണ് മിസ്തറത്താനി. അതിലേക്ക് അലിഫും നൂനും ചേർത്ത് 2 സ്കെയിലുകൾ എന്ന അർത്ഥത്തിൽ മിസ്തറത്താനി എന്നാക്കിയിരിക്കുന്നു. ഹുമാ യൂനുസു യൂനുസു, ഹുമാ ലി, യൂനുസു എന്നൊക്കെയുള്ള പദം മംനു മിനസ്സർഫാണ്. ഇസ്മായിലു, യൂനുസു, ഇബ്രാഹിമു ഒക്കെ മംനു മിനസ്സർഫുകളാണ് കേട്ടോ. തെൻവീന് ഉണ്ടാവില്ല, ഫതഹ കൊണ്ട് ജറു ചെയ്യും. ഓക്കെ, യൂനുസ് പറഞ്ഞു ഹുമാ ലി, അവ രണ്ടും എൻ്റേതാണ്. ഹുമാ ലി, അവ രണ്ടും എൻ്റേതാണ്. ഹുമാ മുബ്തദ, ലി ജാറുൻ മജ്റൂറുൻ ശിബഹു ജുംല ഖബർ. ഓക്കെ, അപ്പോൾ ആ ലെസൺ കഴിഞ്ഞു. തമാരീനു, എക്സസൈസസ്. അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയത്തി മുസ്തഅമിലനിൽ മുസന്ന. താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. മുസ്തഅമിലൻ, ഉപയോഗിക്കുന്നവനായിക്കൊണ്ട്, എന്താ മുസന്ന ദ്വിവചനം ഉപയോഗിക്കുന്നവനായിക്കൊണ്ട് നീ ഉത്തരം നൽകണം. ഒന്നാമത്തെ ചോദ്യം, കം ഖലമൻ ഇൻദക, നിൻ്റെ കയ്യിൽ എത്ര പേനയുണ്ട്? ഖലമൻ എന്നുള്ളത് തമീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഇന്ദി ഖലമാനി, ഇന്ദി ഖലമാനി, എൻ്റെ കയ്യിൽ 2 പേനയുണ്ട്. കം കിതാബൻ ഇൻദക, നിൻ്റെ കയ്യിൽ എത്ര പുസ്തകങ്ങളുണ്ട്? ഇന്ദി കിതാബാനി, ഇന്ദി കിതാബാനി, എൻ്റെ കയ്യിൽ 2 പുസ്തകങ്ങളുണ്ട്. കം സബൂറത്തൻ ഫി ഫസ്ലിക്കും, കം സബൂറത്തൻ ഫി ഫസ്ലിക്കും, നിങ്ങളുടെ ക്ലാസ് റൂമിൽ, ഫസ്ലിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ എത്ര ബോർഡുണ്ട്? സബൂറത്തൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോർഡ് ഒക്കെ പറയും, ബോർഡ്. എത്ര ബോർഡുണ്ട്? ഫി ഫസ്ലിന, ഫി ഫസ്ലിന എന്ന് പറയാം, ഞങ്ങളുടെ ക്ലാസ് റൂമിൽ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫീഹി എന്ന് പറയും, അതിലുണ്ട്. ഫീഹി സബൂറത്താനി, ഫീഹി സബൂറത്താനി. ആ കെട്ടുള്ള താ മാറ്റിയിട്ട് ഓപ്പൺഡ് താ ആക്കുക, അതിൻ്റെ കൂടെ അലിഫ് നൂനും ചേർക്കുക. കം റിയാലൻ ഇൻദകൽ ആന യാ ലൈല, കം റിയാലൻ ഇൻദകിൽ ആന യാ ലൈല, ഓ ലൈല, ഇപ്പോൾ നിൻ്റെ കയ്യിൽ എത്ര റിയാലുണ്ട്? കം റിയാലൻ, എത്ര ഇൻദക, ഇൻദക്കി, ഇപ്പോൾ നിൻ്റെ കയ്യിൽ എത്ര, അൽ ആന പറഞ്ഞാൽ ഇപ്പോൾ നിൻ്റെ കയ്യിൽ എത്ര റിയാലുണ്ട്? ലൈല. ഇന്ദി, എൻ്റെ കയ്യിലുണ്ട്. എന്താ പറയുക? ഇന്ദി അൽ ആന, ഇന്ദിൽ ആന റിയാലാനി. ഇന്ദി കണ്ടിട്ട് അൽ ആന ഇടുക കേട്ടോ, കുട്ടി വായിക്കുമ്പോൾ. ഇന്ദിൽ ആന റിയാലാനി, ഇന്ദിൽ ആന റിയാലാനി. കം ഉഖ്തൻ ലക യാ അലിയു, കം ഉഖ്തൻ ലക യാ അലിയു, ഓ അലിയെ, നിനക്ക് എത്ര ഉഖ്തൻ സഹോദരി, എത്ര സഹോദരിമാരുണ്ട്? ലി ഉഖ്താനി, എനിക്ക് 2 സഹോദരിമാർ ഉണ്ട്. കം അമ്മൻ ലക്കി യാ ആമിനതു, ഹേ ആമിന, നിനക്ക് എത്ര അമ്മാവന്മാർ ഉണ്ട്? അമ്മാവൻ ഉദ്ദേശിച്ചത് ഉപ്പയുടെ ബ്രദർ കേട്ടോ, മൂത്താപ്പ കുഞ്ഞിപ്പ ഒക്കെ പറയില്ലേ. ഓക്കെ, അമ്മുൻ എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരൻ. കം അമ്മൻ ലക്കി യാ ആമിനതു, നമ്മളെങ്ങനെ പറയണം? ലി അമ്മാനി, മീമിന് ശ്രദ്ധയുണ്ട് കേട്ടോ. കം സ്വദീഖൻ ലക യാ മുഹമ്മദു, കം സ്വദീഖൻ ലക യാ മുഹമ്മദു, ഹേ മുഹമ്മദേ, നിനക്ക് എത്ര കൂട്ടുകാർ ഉണ്ട്? കം സ്വദീഖൻ ലക, കം ഇസ്തിഫാമിയ, സ്വദീഖൻ തമീസ്. ഓക്കെ, ലി സ്വദീഖാനി, എനിക്ക് 2 കൂട്ടുകാരന്മാർ ഉണ്ട്. കം താലിബൻ ജദീദൻ ഫി ഫസ്ലിക്കും, കം താലിബൻ ജദീദൻ ഫി ഫസ്ലിക്കും, നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പുതിയ വിദ്യാർത്ഥികൾ ഉണ്ട്? നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പുതിയ വിദ്യാർത്ഥികളുണ്ട്? എങ്ങനെ പറയാം? ഫി ഫസ്ലിന താലിബാനി ജദീദാനി, ഫി ഫസ്ലി, അല്ലെങ്കിൽ ഫീഹി എന്നിട്ടാലും കുഴപ്പമില്ല, അതിലുണ്ട് എന്നുള്ള അർത്ഥത്തിൽ എഴുതാം. അല്ലെങ്കിൽ ഫി ഫസ്ലിന താലിബാനി ജദീദാനി, ഞങ്ങളുടെ ക്ലാസ്സിൽ 2 പുതിയ വിദ്യാർത്ഥികൾ ഉണ്ട്. 9. കം മസ്ജിദൻ ഫി ഖറിയതിക യാ സക്കരിയ, കം മസ്ജിദൻ ഫി ഖറിയതിക യാ സക്കരിയ, ഹേ സക്കരിയ, നിങ്ങളുടെ ഗ്രാമത്തിൽ എത്ര പള്ളികളുണ്ട്? ഖറിയത്തു എന്നുള്ള ഗ്രാമം. നിങ്ങളുടെ ഗ്രാമത്തിൽ എത്ര പള്ളികൾ ഉണ്ട്? അപ്പോൾ എങ്ങനെ പറയാം? ഫീഹ, ഖറിയത്തുൻ എന്നുള്ളത് ഫെമിനിനാണ്, അപ്പോൾ ഫീഹ അതിലുണ്ട്. ഫീഹ മസ്ജിദാനി, ഫീഹ മസ്ജിദാനി, അല്ലെങ്കിൽ ഫി ഖറിയത്തി, എൻ്റെ ഗ്രാമത്തിൽ ഫി ഖറിയത്തി മസ്ജിദാനി, അങ്ങനെയും പറയാം. ഫീഹ എന്നും പറയാം. ഓക്കെ, ഞങ്ങളുടെ ഗ്രാമത്തിൽ 2 പള്ളികളുണ്ട്. 10ാമത്തേത് കം ഫുന്ദുഖൻ ഫി ഹാദ ഷാരിഇ
കം ഫുന്ദുഖൻ ഫി ഹാദ ഷാരിഇ, ഈ സ്ട്രീറ്റിൽ അല്ലെങ്കിൽ ഈ റോട്ടിൽ എത്ര ഹോട്ടലുകളുണ്ട്, ഈ റോട്ടിൽ എത്ര ഹോട്ടലുകളുണ്ട്. ഫീഹി ഫുന്ദുഖാനി, ഫീഹി ഫുന്ദുഖാനി. ഇതിൽ 2 ഹോട്ടലുകൾ ഉണ്ട്. കം അഹൻ ലഖി യാ സ്വാദു, ഓ സ്വാദേ നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്. ഓ സ്വാദേ നിനക്ക് എത്ര, കം അഹൻ ലഖി കേട്ടാ, നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്. ലീ അഹവാനി, അഹാനി എന്നല്ല പറയേണ്ടത്, അഹവാനി. നമുക്കറിയാം അബുൻ അഹുൻ ഒക്കെ നമ്മൾ ചേർക്കുമ്പോൾ എങ്ങനെ പറയുക, ഒരു വാവ് കൂടുതൽ വരും. ഓക്കെ, 2 ഉപ്പമാരെന്ന് പറയുമ്പോൾ എങ്ങനെ പറയുക, അബവാനി. ഓക്കെ, അതുപോലെ അഹവാനി, ലീ അഹവാനി, എനിക്ക് 2 സഹോദരന്മാർ ഉണ്ട്. അൽ അഹുവിൻ്റെ മുസന്നയാണ് അഹവാനി, അതിൻ്റെ 2 എന്നുള്ള ഫോം. ഇഖ്റ വക്തുബ്, നീ വായിക്കണം, നീ എഴുതുകയും വേണം. ഓക്കെ, ഒന്നാമത്തേത് ഖാലിദുൻ ലഹു ഇബ്നാനി വബിൻതാനി. ഖാലിദുൻ ലഹു ഇബ്നാനി വബിൻതാനി. ഖാലിദ് അവന് 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഉണ്ട്. ഖാലിദ് അവന് 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഉണ്ട്. ഖാലിദുൻ എന്നുള്ളത് മുബത്തദ. ലഹു ഇബ്നാനി വബിൻതാനി എന്നുള്ള മൊത്തം ജുംലത്തുൽ ഇസ്മിയ ഖബറാണ്. ഖാലിദുൻ എന്നത് മുബത്തദ. ആ മുബത്തദയുടെ ഖബർ ജുംലത്തുൽ ഇസ്മിയയായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്, ലഹു ഇബ്നാനി വബിൻതാനി എന്നുള്ളത്. ഓക്കെ, ഇനി ആ ഖബറിനെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യുമ്പോൾ ലഹു എന്നുള്ളത് ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ. ഇബ്നാനി മുബ്തദ, വാവുൽ അത്ഫ്. ബിൻതാനി മഅതൂഫുൻ അലാ ഇബ്നാനി, ഇബ്നാനിയിലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടത്. 2 ഫി ഹാദൽ ബൈത്തി ഗുർഫത്താനി ഖബീറത്താനി. ഫി ഹാദൽ ബൈത്തി ഗുർഫത്താനി ഖബീറത്താനി. ഈ വീട്ടിൽ 2 വലിയ മുറികളുണ്ട്. ഈ വീട്ടിൽ 2 വലിയ മുറികളുണ്ട്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, 2 വലിയ മുറികളെ കുറിച്ചാണ് പറയുന്നത്. ഗുർഫത്താനിയാണ് ഇതിൻ്റെ മുബ്തദ. ഗുർഫത്താനി മുബ്തദ. കബീറത്താനി എന്നുള്ളത് നഅത്താണ്. ഓക്കെ, ഗുർഫത്താനി എന്നതിൻ്റെ നഅത്താണ് കബീറത്താനി എന്നുള്ളത്. ഫി ഹാദയാണ് അതിൻ്റെ ഖബർ, ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ. അൽ ബൈത്തി എന്നത് ബദലാണ്, അൽ ബൈത്തി ബദലാണ്. 3-ാമത്തേത് ഫാത്തിമത്തു ലഹ തിഫ്ലാനി സ്വഗീറാനി. ഫാത്തിമത്തു ലഹ ടിഫ്ലാനി സ്വഗീറാനി. ഫാത്തിമ അവൾക്ക് ചെറിയ 2 കുട്ടികളുണ്ട്. ഫാത്തിമ അവൾക്ക് 2 ചെറിയ കുട്ടികളെ ഉണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നത്, ഫാത്തിമയെക്കുറിച്ച്. ഫാത്തിമത്തു മുബ്തദയാണ്, മംനൂ മിന സർഫാണ്. അതുകൊണ്ട് ഫാത്തിമത്തു എന്ന പദത്തിലേക്ക് തൻവീൻ പ്രവേശിക്കുകയില്ല. ഓക്കെ, ഫാത്തിമേൻ്റെ ഖബർ എന്താണ്, അവൾക്ക് 2 ചെറിയ കുട്ടികളുണ്ട്. ലഹ തിഫ്ലാനി സഗീറാനി എന്ന വാചകം മൊത്തം ഫാത്തിമയുടെ ഖബറായിട്ടാണ് വരിക. ജുംലത്തുൽ ഇസ്മിയ ഖബറായിട്ടാണ് വന്നിരിക്കുന്നത്. ലഹ, ആ ഖബറിനെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യുമ്പോൾ ലഹ ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ. തിഫ്ലാനി മുബ്തദ, സഗീറാനി നഅത്ത്. 4 ലീ ഐനാനി വ ഉദ്നാനി വയദാനി വരിജ്ലാനി. ലീ എനിക്കുണ്ട്, ഐനാനി 2 കണ്ണുകൾ, വ ഉദ്നാനി 2 ചെവികളും, വയദാനി 2 കൈകളും, വരിജ്ലാനി 2 കാലുകളും. എനിക്ക് 2 കണ്ണുകളും 2 ചെവികളും 2 കൈകളും 2 കാലുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, അതിന് 2 ചെവി 2 കണ്ണ് 2 കൈ 2 കാല് അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം കൂടി മുബത്തദ പറയില്ല, ഐനാനിനെ മാത്രം നമ്മൾ മുബത്തദ ആക്കി എടുക്കുന്നു. ഓക്കെ, ഐനാനി മുബത്തദ, വാവുൽ അത്ഫ്. ഉദ്നാനി മഅതൂഫുൻ അലാ ഐനാനി. വാവുൽ അത്ഫ് യദാനി മഅതൂഫുൻ അലാ ഐനാനി. വാവുൽ അത്ഫ് റിജ്ലാനി മഅതൂഫുൻ അലാ ഐനാനി. ലീ എന്നുള്ളത് ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം, മുന്നേ വന്ന ഖബർ, കയറി വന്ന ഖബർ. 5 ഫി ഹാദൽ ഹയ്യി മദ്രസത്താനി. ഫി ഹാദൽ ഹയ്യി മദ്രസത്താനി. ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ഡിസ്ട്രിക്റ്റിൽ എന്നൊക്കെ പറയാട്ടെ. ഹൈ പറഞ്ഞാൽ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഒരു ചുറ്റുവട്ടം എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ 2 മദ്രസകളുണ്ട്. ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു മഹല്ലിൽ 2 മദ്രസകൾ ഉണ്ട്. ഫി ഹാദ ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം. അൽ ഹയ്യ് എന്നുള്ളത് ബദൽ, മദ്രസത്താനി മുബ്തദ മുഅഖർ.
സ്വലാത്തുൽ ഫജ്രി റക്അത്താനി. സ്വലാത്തുൽ ഫജ്രി റക്അത്താനി. ഫജ്ർ നമസ്കാരത്തിന് 2 റക്അത്തുകൾ ഉണ്ട്. സ്വലാത്തുൽ ഫജ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുലാഫ് ഇലൈഹിയാണ് കേട്ടോ. അവിടെ ഇൻ്റെ ഉടെ ഇല്ലെങ്കിലും ഫജ്ർ എന്ന നമസ്കാരം എന്ന അർത്ഥത്തിൽ മുലാഫ് ഇലൈഹി ആയിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ സ്വലാത്തു എന്നുള്ളത് മുബ്തദ വഹുവ മുലാഫ്, അൽ ഫജ്രി മുലാഫുൻ ഇലൈഹി, റക്അത്താനി ഖബർ. ലിൽ ബൈത്തി മിഫ്താഹത്താനി. ലിൽ ബൈത്തി മിഫ്താഹത്താനി. വീടിന് 2 താക്കോലുകൾ ഉണ്ട്. ലിൽ ബൈത്തി മിഫ്താഹത്താനി. വീടിന് 2 താക്കോലുകൾ ഉണ്ട്. മിഫ്താഹത്താനി മുബ്തദ മുഅഖർ. മിഫ്താഹത്താനി മുബ്തദ മുഅഖർ. ലിൽ ബൈത്തി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. ലിമൻ ഹാത്താനിൽ ബഖറത്താനി. ലിമൻ ഹാത്താനിൽ ബഖറത്താനി. ആരുടേതാണ് 2 പശുക്കൾ? ലിമൻ എന്ന് പറയുമ്പോൾ ആരുടേതാണ് 2 പശുക്കൾ. ഹുമാ ലിൽ ഫലാഹി. അവ രണ്ടും കൃഷിക്കാരൻ്റേതാകുന്നു. ഹുമാ ലിൽ ഫലാഹി. അവ രണ്ടും കൃഷിക്കാരൻ്റേതാകുന്നു. ഹുമാ മുബ്തദ ലിൽ ഫലാഹി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. അഹാദാനി ത്വബീബാനി മിൻ ഇംഗൽതറ. അഹാദാനി ത്വബീബാനി മിൻ ഇംഗൽതറ. ഈ 2 ഡോക്ടർമാർ ഇംഗ്ലണ്ടിൽ നിന്ന് ആണോ? ഈ 2 ഡോക്ടർമാർ ഇംഗ്ലണ്ടിൽ നിന്നാണോ? ഹംസത്തുൽ ഇസ്തിഫാം, ഹർഫുൽ ഇസ്തിഫാം. ഹാദാനി എന്നുള്ളത് ഇസ്മുൽ ഇഷാറ, അത്വബീബാനി എന്നുള്ളത് ബദൽ, മിൻ ഇംഗൽതറ ജാറുൻ വ മജ്റൂറുൻ. ലാ ഹുമാ മിൻ ഫറൻസ. ലാ ഹുമാ മിൻ ഫറൻസ. ലാ എന്നുള്ളത് ഹർഫു നഫി. ഹുമാ മുബ്തദ മിൻ ഫറൻസ ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. 10. ഫി ഖറിയത്തി മസ്ജിദാനി സഗീറാനി. ഫി ഖറിയത്തി മസ്ജിദാനി സഗീറാനി. എൻ്റെ ഗ്രാമത്തിൽ 2 ചെറിയ പള്ളികൾ ഉണ്ട്. എൻ്റെ ഗ്രാമത്തിൽ 2 ചെറിയ പള്ളികൾ ഉണ്ട്. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അതാണ് മുബ്തദ. മസ്ജിദാനി മുബ്തദ, 2 പള്ളികൾ. സഗീറാനി മസ്ജിദാനി എന്നതിൻ്റെ നഅത്ത്. ഫി ഖറിയത്തി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. ഖറിയത്ത മുലാഫ് യാ മുത്തകല്ലിം മുലാഫുൻ ഇലൈഹി. എൻ്റെ ഗ്രാമത്തിൽ. 3. ഇഖ്റഇൽ അംസിലത്തൽ ആതിയത. തുടർന്ന് വരുന്ന ഉദാഹരണങ്ങളെ നീ വായിക്കുക. സുമ്മ ളഅ ഫിൽ ഫറാഖി. എന്നിട്ട് ഒഴിഞ്ഞ ഭാഗങ്ങളിൽ, വിട്ട ഭാഗങ്ങളിൽ നീ വെക്കണം. ഫീമായലി തമീസൻ. തമീസൻ വെക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കം എന്നുള്ള ഇസ്തിഫാമിയ, ഇസ്മുൽ ഇസ്തിഫാമിയക്ക് ശേഷം നമ്മൾ തമീസാണ് വരിക. വൽബിത്ത് ആഖിറുഹു, അതിൻ്റെ അവസാനം വ്യക്തമാക്കണം. അപ്പോൾ ഇതിൽ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കം ഉഖ്തൻ ലക. നിനക്ക് എത്ര സഹോദരിമാരുണ്ട്? അപ്പോൾ ഉഖ്തൻ എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്, അത് തമീസാണ്. ഓക്കെ. കം ഖലമൻ ഇൻദക. നിനക്ക് എത്ര പേനയുണ്ട്? അപ്പോൾ ഖലമൻ എന്നത് തമീസാണ്. കം സയ്യാറത്തൻ ഫിൽ ജാമിഅത്തി. യൂണിവേഴ്സിറ്റിയിൽ എത്ര കാറുകൾ ഉണ്ട്? സയ്യാറത്തൻ. കണ്ടോ, തമീസ് വന്നിട്ടുള്ളത് സിംഗുലർ ആയിട്ടാണ്, അതുപോലെ തന്നെ നെസ്ബ് ചെയ്ത രീതിയിലാണ്. സയ്യാറത്തൻ താമർബൂത്തയിൽ അവസാനിക്കുന്നത് കൊണ്ട് ഫതഹത്തൈന് ശേഷം അലിഫ് വന്നിട്ടില്ല. ബാക്കി എല്ലാത്തിനും ഫതഹത്തൈന് ശേഷം അലിഫ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് വെക്കാം. കം ഡാഷ് ഇൻ ദ കം. നമുക്ക് എന്ത് വെക്കാം അവിടെ? നിനക്ക് എത്ര എന്തുണ്ട്? കം ഖൽബൻ ഇൻ ദ ക. കം ഖിത്തൻ ഇൻ ദ ക. നിനക്ക് എത്ര പൂച്ചകളുണ്ട്? പിന്നെ ലഖ, ഇവിടെ ലാമുൽ മിൽക്കാണ്, അപ്പോൾ നമ്മൾ എന്ത് വെക്കണം? മനുഷ്യന്മാരൊക്കെ വെക്കണം. കം അഹൻ ലഖ. നിനക്ക് എത്ര സഹോദരനുണ്ട്? അങ്ങനെയൊക്കെ വെക്കാം. അല്ലെങ്കിൽ കം ഉഖ്തൻ ലഖ. നിനക്ക് എത്ര സഹോദരിമാരുണ്ട്? കം സ്വദീഖൻ ലഖ. ഇങ്ങനെ നമ്മുടെ ഐഡിയ പോലെ വെക്കാം. കം ഡാഷ് ഫി ഹാദ ഷാരി. ഈ റോട്ടിൽ എത്ര ഫുന്ദുഖൻ എന്ന് വെക്കാം. ഈ റോട്ടിൽ എത്ര ഹോട്ടലുകളുണ്ട് എന്നൊക്കെ വെക്കാം. കം ഡാഷ് ഫി ഖറിയത്തിക. നിൻ്റെ ഗ്രാമത്തിൽ എത്ര? കം മദ്രസത്തൻ ഫി ഖറിയത്തിക. അങ്ങനെ വെക്കാം. കം ഡാഷ് ഫി ഫസ്ലിക്കും. നിൻ്റെ ക്ലാസ് റൂമിൽ എത്ര? കം താലിബൻ. എത്ര വിദ്യാർത്ഥികളുണ്ട്? അങ്ങനെ വെക്കാം. കം ഡാഷ് ഫി സനത്തി. ഒരു വർഷത്തിൽ എത്ര? കം ഷഹ്റൻ. എത്ര മാസമുണ്ട്? കം ഷഹ്റൻ. കം ഡാഷ് ലി ദറാജത്തി. സൈക്കിളിന് എത്ര? അജലതൻ. എത്ര ചക്രങ്ങളുണ്ട്? കം ഡാഷ് ഫി ഗുർഫത്തിക. നിൻ്റെ മുറിയിൽ എത്ര? കം കുർസിയൻ അല്ലെങ്കിൽ കം നാഫിദത്തൻ. എത്ര കസാരയുണ്ട്? എത്ര ജനവാതിലുകളുണ്ട്? അങ്ങനെയെല്ലാം വെക്കാം. 4.
ഹവ്വിലിൽ മുബത്തദയെ നീ മാറ്റണം ഫീ കുല്ലി മിനൽ ജുമലിൽ ആത്തിയത്തി തുടർന്ന് വരുന്ന എല്ലാ വാചകങ്ങളിൽ നിന്നും ഇലാ മുസന്നയിലേക്ക് മാറ്റണം. ഓക്കെ, മുസന്ന എന്ന് പറഞ്ഞാൽ ദ്വിവചനം. മിസാലുൻ ഉദാഹരണം, ഹാദാ കിതാബുൻ ഇതൊരു പുസ്തകമാകുന്നു. മുബത്തദ ഖബറാണ് കേട്ടോ, ഇതിലെല്ലാം മുബത്തദ ഖബറാണ്. ഹാദാനി കിതാബാനി ഇത് 2 പുസ്തകങ്ങളാകുന്നു. ഇതേപോലെ അങ്ങനെ മാറ്റണം. ഇത് വരുന്നതെല്ലാം മുബത്തദ ഖബറാണ് കേട്ടോ. ഹാദാ ഖലമുൻ ഇതൊരു പേനയാകുന്നു. ഹാദാനി ഖലമാനി ഇത് 2 പേനകളാകുന്നു. ഹാദിഹി മിസ്തറത്തുൻ ഇതൊരു റൂളറാകുന്നു അല്ലെങ്കിൽ സ്കെയിലാകുന്നു. ഹാത്താനി മിസ്തറത്താനി കാരണം എന്താ, അത് ഫീമെയിൽ ആണല്ലോ, അതുകൊണ്ട് ഹാത്താനി വെക്കുക കേട്ടോ. ഹാദാ താലിബുൻ ഇതൊരു വിദ്യാർത്ഥിയാകുന്നു. ഹാത്താനി താലിബാനി ഹാദാനി താലിബാനി ഇത് 2 വിദ്യാർത്ഥികളാകുന്നു. അടുത്തത് ഹാദാ താലിബത്തുൻ ഇതൊരു വിദ്യാർത്ഥിയാകുന്നു, വിദ്യാർത്ഥിനി. അപ്പം എങ്ങനെ എഴുതാം, ഹാത്താനി താലിബത്താനി ഇത് 2 വിദ്യാർത്ഥികളാകുന്നു. അവിടെ ഹാത്താനി ഉപയോഗിക്കുക. ഹാദർ റജുലു മുദർരിസുൻ ഹാദ മുബത്തദ അർറജുലു ബദൽ മുദർരിസുൻ ഖബർ. എങ്ങനെ മാറ്റുക, ഹാദാനി റജുലാനി അലിഫ്ലാം വെക്കണേ. ഹാദാനി അർറജുലാനി മുദർരിസാനി ഹാദാനി അർറജുലാനി മുദർരിസാനി. ഓക്കെ, കൂട്ടി വായിക്കുമ്പോൾ ഹാദാനി റജുലാനി മുദരിസാനി ഇത് ഈ 2 പുരുഷന്മാർ അധ്യാപകന്മാരാകുന്നു. ഹാദ താലിബു മിനൽ ഹിന്ദി ഈ വിദ്യാർത്ഥി ഇന്ത്യയിൽ നിന്നാകുന്നു. എങ്ങനെ മുസന്നക്ക, ഹാദാനി താലിബാനി മിനൽ ഹിന്ദി ഈ 2 വിദ്യാർത്ഥികൾ ഹിന്ദിയിൽ നിന്നാകുന്നു. ഹാദിഹി സാഅതു മിനൽ യാബാനി ഈ വാച്ച് ജപ്പാനിൽ നിന്നാകുന്നു. ഹാത്താനി സാഅത്തുൻ പെണ്ണാണല്ലോ, അതുകൊണ്ട് ഹാത്താനി വെക്കുക. ഹാത്താനി സാഅത്താനി മിനൽ യാബാനി ഈ 2 വാച്ചുകൾ ഇന്ത്യയിൽ നിന്നാകുന്നു. ഹാദിഹി സയ്യാറത്തു ലിൽ മുദീരി ഈ കാറ് മാനേജറുടേതാകുന്നു അല്ലെങ്കിൽ പ്രധാന അധ്യാപകൻ്റേതാകുന്നു, ഹെഡ് മാസ്റ്ററുടേതാകുന്നു. അത് മുബത്തദ ബദൽ ജാറുൻ മജ്റൂറുൻ ഖബർ. അത് നമ്മൾ മുസന്ന ആക്കുമ്പോൾ ഹാദിഹി സയ്യാറത്തു അല്ലേ, അപ്പോൾ നമ്മൾ ഹാത്താനി സയ്യാറത്താനി ലിൽ മുദീരി ഹാത്താനി സയ്യാറത്താനി ലിൽ മുദീരി. വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ലിൽ മുദീരീന എന്നും വെക്കാം കേട്ടോ, 2 മുദീർമാരുടേതാകുന്നു എന്ന് വേണമെങ്കിലും വെക്കാം. ഹാത്താനി സയ്യാറത്താനി ലിൽ മുദീറാനി എന്നല്ല വെക്കേണ്ടത്, മുദീരീനാണ്. മുദീരീനി എന്ന് വെക്കേണ്ടത് ഇൻഷാ അല്ലാഹ് അത് പിന്നെ പഠിക്കാം. അപ്പോൾ ഈ 2 കാറുകൾ 2 മുദീറന്മാരുടേതാകുന്നു. അങ്ങനെ വെക്കാൻ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ നിയമങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കാം. ലിമൻ ഹാദൽ മിഫ്താഹു ആരുടേതാണ് താക്കോൽ. ലിമൻ ഹാദൽ മിഫ്താഹു എങ്ങനെ മാറ്റാം, ലിമൻ ഹാദാനിൽ മിഫ്താഹാനി ആരുടേതാണ് 2 താക്കോലുകൾ. ലിമൻ ഹാദിഹിൽ മിൽ അഖതു ആരുടേതാണ് സ്പൂൺ. മിൽ അഖത്തുൻ ലിമൻ ഹാത്താനിൽ മിൽ അഖത്താനി ആരുടേതാണ് 2 സ്പൂണുകൾ, ഫെമിനിനാണ്. ഓക്കെ, ഇനി ഇഖ്റ ഉൽ കലിമാത്തിൽ ആത്തിയ തുടർന്ന് താഴെ വരുന്ന വാക്കുകൾ നീ വായിക്കണം. വക്തുബ് ഹാ മഅബത്തി അവാഖിരി അതിൻ്റെ അവസാനം വ്യക്തമാക്കിക്കൊണ്ട് നീ എഴുതുകയും വേണം. ഖൽബാനി 2 നായകൾ. മക്തബാനി 2 ഡെസ്കുകൾ. ഖമീസാനി 2 കുപ്പായങ്ങൾ. അഖവാനി 2 സഹോദരന്മാർ. മിന്ദീലാനി 2 ടവലുകൾ. മിസ്തറാനി 2 റൂളറുകൾ. ഉഖ്താനി 2 സഹോദരിമാർ. ഇംറഅത്താനി 2 സ്ത്രീകൾ. ഇനി നെക്സ്റ്റ് സന്നിൽ ഖലിമാത്തിൽ ആത്തിയ താഴെ വരുന്ന വാക്കുകളെ മുസന്നയാക്കുക. സയ്യാറത്തുൻ 1 കാർ. സയ്യാറത്താനി 2 കാറുകൾ. ത്വബീബത്തുൻ 1 ലേഡി ഡോക്ടർ. ത്വബീബത്താനി 2 ലേഡി ഡോക്ടർമാർ. വലതുൻ 1 ആൺകുട്ടി. വലദാനി 2 ആൺകുട്ടികൾ. ലുഗത്തുൻ 1 ഭാഷ. ലുഗത്താനി 2 ഭാഷകൾ. സ്വദീഖുൻ 1 കൂട്ടുകാരൻ. സ്വദീഖാനി 2 കൂട്ടുകാർ. താജിറുൻ 1 കച്ചവടക്കാരൻ. താജിറാനി 2 കച്ചവടക്കാർ. മിൽ അഖത്തുൻ 1 സ്പൂണ്. മിൽ അഖത്താനി 2 സ്പൂണുകൾ. മുദർരിസുൻ 1 അധ്യാപകൻ. മുദർരിസാനി 2 അധ്യാപകർ. ബാബുൻ
ഒരു വാതിൽ, ബാബാനി രണ്ട് വാതിലുകൾ, ഇസ്മുൻ ഒരു പേര്, ഇസ്മാനി രണ്ട് പേരുകൾ, ഹാദ ഇത് അടുത്തുള്ള ഒരു പുരുഷൻ, ഹാദാനി അടുത്തുള്ള രണ്ട് പുരുഷന്മാരെ കാണിക്കാൻ, രണ്ടിനും അർത്ഥം ഒന്ന് തന്നെ. ഹാദാനി ഇത്, ഹദിഹി എന്ന് പറയുമ്പോൾ ഇത് അടുത്തുള്ള ഒരു സ്ത്രീ നാമത്തെ കാണിക്കാൻ, ഹാത്താനി ഇത് അടുത്തുള്ള രണ്ട് സ്ത്രീകളെ കാണിക്കാൻ. നെക്സ്റ്റ് അൽ കലിമാത്തുൽ ജദീദു പുതിയ പദങ്ങൾ. ഖം ഖം എന്ന് പറഞ്ഞാൽ എത്ര. അൽ ഈദു ഈദ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ, ഫെസ്റ്റിവൽ, ആഘോഷം. അസ്സനത്തു എന്ന് പറഞ്ഞാൽ വർഷം. ഇതിൽ വന്ന വാക്കുകളാണ് കേട്ടോ. അസ്സബൂറത്തുൻ ബോർഡ്, അന്നാഫിദത്തുൻ ജനൽ. ഇനി ഇതിലെ കുറച്ച് ബഹുവചനങ്ങൾ. അൽ 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 ഹയ്യു എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ, ഡിസ്ട്രിക്റ്റ് എന്നൊക്കെ പറയും. അഹ്യാ ഉൻ അതിൻ്റെ ബഹുവചനം, ഏരിയകൾ അല്ലെങ്കിൽ ജില്ലകൾ. അടുത്തത് റഖഅത്തുൻ. റഖഅത്തുൻ എന്ന് പറഞ്ഞെങ്കിൽ റഖഅത്തുകൾ നിസ്കാരത്തിലൊക്കെ ഉണ്ടാവില്ല, റഖഅത്തും. ഓക്കെ, റഖഅത്തുൻ റഖഅത്തുകൾ. റഖഅത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു റഖഅത്ത്, അതിൻ്റെ ബഹുവചനമാണ് റഖഅത്തുൻ. അൽ അജലത്തുൻ. അൽ അജലത്തുൻ എന്ന് പറഞ്ഞാൽ ചക്രം. അൽ അജലാത്തുൻ ചക്രങ്ങൾ. അൽ റിയാലു. റിയാൽ എന്ന് പറഞ്ഞാൽ സൗദിയിലൊക്കെ ഉള്ള ഉംല, അതായത് അതിൻ്റെ റുപ്പി, റിയാല് പറയുക. റിയാലാത്തുൻ റിയാലുകൾ. മിസ്തറത്തുൻ എന്ന് പറഞ്ഞാൽ സ്കെയിൽ. മസാത്തിറു റൂളറുകൾ, സ്കെയിലുകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.